നമ്മളിന്നൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് എവിടെ പോവാ? എവിടെ പോണേ? അയ്യോ നാണായി. നമ്മളിന്ന് പഴനി പോവാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് പഴനി പോകണേ. അപ്പോൾ വിൻഡ് മില്ലൊക്കെ കാണണമെന്ന് പറഞ്ഞെങ്കിൽ നിൽക്കുകയാണ്. മലയിൽ പോകുന്നല്ലേ അതൊക്കെ കുറേ മല കയറാനുണ്ട്. അത് കാരണം കാല് കടിയോന്ന് അറിയില്ല. ഞങ്ങൾ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ, ഒരു 8:30 സമയത്ത്. പക്ഷെ എന്നാലും ഒരു 15 മിനിറ്റ് വൈകി. എല്ലാവരും കുളിച്ച് ഫ്രഷൊക്കെ ആയി വന്ന് റെഡിയായി വന്നപ്പോഴേക്കും പിന്നെ ഒരു പകുതി എത്തിയപ്പോഴേക്കും ഭയങ്കര വെയിലായി. അപ്പം ഞാനെന്ത് ചെയ്തു, ഗ്ലാസ് തുറന്നിട്ട് അവിടെ തോർത്തുമുണ്ടിട്ടു കേട്ടോ. അപ്പം നമ്മൾ കൊല്ലങ്കോട് റൂട്ടാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റി. പിന്നെ പകുതി ഇപ്പോൾ വിശന്ന് തുടങ്ങിയപ്പോഴേക്കും പേരക്കൊക്കെ എടുത്തു. അവിടം വരെ എത്തണ്ടേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് എനർജി പിടിക്കാമെന്ന് വെച്ച് ഡാൻസ് കളി തുടങ്ങിയിട്ടെ ഞങ്ങൾ. നമ്മുടെ ബോർഡറൊക്കെ കടന്ന് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തമിഴ്നാട് ബോർഡറൊക്കെ കടന്ന് ഇപ്പോൾ ഇവിടെ വാഷ്റൂമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിർത്തിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചായ കുടിക്കണം എന്നില്ല, കാരണം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനിയും ഒരു 70 കിലോമീറ്റർ കൂടി ഉണ്ട് നമുക്ക് എത്താൻ വേണ്ടിയിട്ട്. റോഡിൽ അങ്ങനെ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, അധികം വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല സുഖമായിട്ട് പോകാൻ പറ്റിയിട്ടോ. ഞാൻ ആദ്യമായിട്ട് വിൻഡ് മില്ലൊക്കെ കണ്ടു കേട്ടോ. അപ്പം നമ്മൾ എത്താറായിട്ടുണ്ട്, കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ റൂമൊന്നും എടുക്കാത്തതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് വേണം റൂമൊക്കെ നോക്കാൻ. ഒരു റൂം നോക്കി, പക്ഷെ അത് ശരിയായില്ല. അപ്പോൾ വേറെ റൂം നോക്കാമെന്ന് വിചാരിച്ച് ചേട്ടൻ ഇപ്പോൾ ഇവിടെ കാറ് പാർക്ക് ചെയ്ത് അങ്ങോട്ട് പോയേക്കാണ് റൂമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ റൂം എടുത്തു. എന്തായാലും ഇനിയിപ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ റൂമിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ റൂമിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് ജനലിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ആ വ്യൂ. പിന്നെ ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പൊതിഞ്ഞ് കൊണ്ടുവരിക ചെയ്തത്. അങ്ങനെ കുളിച്ച് ഫ്രഷായി 2:30 ആയപ്പോഴേക്കും ഞങ്ങൾ അമ്പലത്തേക്ക് ഇറങ്ങണം കേട്ടോ. അപ്പം നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ഓട്ടോ വിളിച്ച് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടാ. അത് സ്റ്റെപ്പാണ് നേരെ കാണുന്നത്. ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഫോൺ അലോഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഫോൺ എടുത്തില്ല. പിന്നെ 2 സൂക്ഷിക്കാൻ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ്റെ ഫോണിൽ ഞാൻ ഇതൊക്കെ എടുത്തത് കേട്ടോ. ലൈറ്റ് കത്തണ വരെ നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിലെത്തി കുളിച്ച് ഫ്രഷായി നമ്മളിനി ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊരു കുറച്ച് പോയി കഴിഞ്ഞാൽ ശ്രീകാന്ത് എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ രാത്രി ഫുഡ് കഴിച്ചത്. അപ്പോൾ അവിടെ കണ്ട പ്ലേറ്റ് ഒന്നല്ല കേട്ടോ, ഇലയാണ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ബട്ടർ നാനാണ് ഓർഡർ ചെയ്തത്. കുറേ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് കേട്ടോ ഗോലി സോഡ പൊട്ടിക്കണത്, പക്ഷേ അതിനുള്ള ശക്തിയില്ലെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അവസാനം എന്തൊക്കെയോ കാണിച്ച് ഞാനത് പൊട്ടിച്ചു. അങ്ങനെ ഇനി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഇനി റൂമിലേക്ക് പോവാണ്. ഇനി വേറെ ഒന്നുമില്ല, നേരെ കിടന്നുറങ്ങുക. നിധി ഭക്ഷണം കഴിച്ചോ? ആദ്യം നിധി ഫ്രൈഡ് റൈസ് ആട്ടാ കഴിച്ചിട്ടുണ്ടായിരുന്നേ, പനീറും മഷ്റൂമൊക്കെ ഉണ്ടായിരുന്നു അതിൽ. ഇപ്പോൾ സമയം 8:40. അപ്പോൾ ഞങ്ങൾ ഫ്രഷായി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഇനി ഞങ്ങൾ നേരെ ഇഷയിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഇഷയിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് തൊട്ടപ്പുറത്തപ്പുറത്തൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിനി റെഡിയായി ഇഷയിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. പിന്നെ ഇതിൽ ലിപ് ബാമൊക്കെ ഇട്ട് സുന്ദരിയാവാണ്. അങ്ങനെ നമ്മളിവിടെ നിന്നൊരു 12 മണിക്കാണ് ചെക്കൗട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമുക്ക് പോകണം. അപ്പോൾ അതിങ്ങനെ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഓരോരുത്തരോരുത്തർ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ഫ്രഷ് ആയി കഴിഞ്ഞു, ഞാനെല്ലാം കഴിഞ്ഞ് മേക്കപ്പൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ റൂം നമ്പർ കേട്ടോ, 107. അപ്പോൾ ഇത് ഞങ്ങളുടെ റൂമിൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വരുമ്പോൾ ഗണപതി ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് കേട്ടോ. നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ. ഈ വണ്ടികളുണ്ട്, അത് ഫ്രീ സർവീസാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണവർക്ക്, റോപ്പ് വേയിലേക്ക് പോകണവർക്കൊക്കെ ഫ്രീ ആയിട്ട് അവരവിടെ കൊണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അതിൽ കയറി കറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് തിരിച്ച് ആ വണ്ടിയിൽ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി റൂമിൽ പോകണം നമുക്ക്. അതിൻ്റെ ഇടയിൽ കുറേ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ കോയമ്പത്തൂർക്ക് പോവുകയാണ് നേരെ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 3 അവർ ഉണ്ട് ട്രാവലിങ്. നമ്മൾ എലൈറ്റ് റെസിഡൻസിയിലാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം പാക്ക് ചെയ്ത് നമ്മളിനി പോവുകയാണ്. പോണ വഴിക്ക് മഴയുണ്ടായിരുന്നു, അപ്പോൾ പേടിയുണ്ടായിരുന്നു അവിടെ എത്തുമ്പോൾ മഴയുണ്ടാവുമെന്ന്. അപ്പം നമ്മളവിടെ എത്തി, നല്ല മഴക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ മഞ്ഞുണ്ട് കണ്ട ശിവൻ്റെ ബാക്കിൽ. അവിടെ എത്തി ശിവനെ കണ്ടതോടുകൂടി എൻ്റെ മൈൻഡൊക്കെ ബ്ലാങ്ക് ആയിട്ടാണ്. ആദിയോഗിയിലെത്തി. അതേ ശിവനുണ്ട്, നമ്മുടെ ബാക്കിൽ ശിവനുണ്ട്. നമ്മളിനി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്തു. നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ആദ്യം ഇതിന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൈക്കിൻ്റെ ചാർജ് കഴിഞ്ഞു, അപ്പോൾ അതോടുകൂടി മൈക്ക് ഞാനവിടെ ഊരി വെച്ചു. നമുക്ക് അവിടെ പറ്റാം. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് കേട്ടോ ആദിയോഗി. ഈ കാളവണ്ടികളൊക്കെ ഇവിടെ കിടക്കുന്നത് ഉള്ളിലേക്ക് കൊണ്ടുപോകാനാണ് കേട്ടോ. ഉള്ളിൽ ഇനിയും യോഗ അതുപോലെ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റേ ചെയ്യേണ്ടവർക്ക് അവിടെ കോട്ടേജൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുള്ളിൽ കയറി കഴിയുമ്പോൾ നമുക്ക് തോന്നും ഒരു ദിവസം ഇവിടെ നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളത്.
അങ്ങനെ നമ്മൾ ഉള്ളിൽ പോവാണ്. പോകുന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകളുണ്ട്. പിന്നെ ഒരാൾക്ക് കാളവണ്ടി പോകാൻ വേണ്ടിയിട്ട് 10 രൂപയാണ് കേട്ടോ ചാർജ്. ഉള്ളിലേക്ക് ഫോണൊന്നും അലോഡല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള കൗണ്ടറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സൂര്യകുണ്ട്, ചന്ദ്രകുണ്ട്, അങ്ങനെ പറഞ്ഞ് കുറേ കാര്യങ്ങളും ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറാനോ ലൈറ്റ് ഷോ കാണാനോ ഒന്നും ഒരു ഫീയും കൊടുക്കണ്ട. പിന്നെ അതുകൂടാതെ അവർ ഫ്രീ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷൻ കോഴ്സ് എന്ന് പറയുമ്പം 20 മിനിറ്റ്, അത്യാവശ്യം ആൾക്കാരായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ 20 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ശനിയാഴ്ച ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. കുറച്ച് നേരം വൈകിട്ടാണ് തുടങ്ങിയത്. കുറേ ലേറ്റിങ് വന്നെങ്കിലും പക്ഷെ എനിക്കതിൽ ഈ ഒരു ലേറ്റിങ്ങാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ കാണിക്കാമെന്ന് വിചാരിച്ചത്. ലൈറ്റ് ഷോ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇടിവാൾ മിന്നുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഷോ കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്തത്. ഞാൻ കൂടുതലും ശിവൻ്റെ അമ്പലത്തേക്കാണ് കേട്ടോ പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ശിവനോട് പ്രത്യേക ഒരു ഇഷ്ടമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ പോയി വരുമ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ഒന്നൊരു ഫ്രഷ് ആവും. അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. മഴയുടെ അവസ്ഥ കാണിച്ചു തരട്ടെ. ഇങ്ങനെയായിരുന്നു മഴ. പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ല. ഇതോടുകൂടി ഈ ഒരു ട്രാവൽ വ്ലോഗ് അവസാനിപ്പിച്ചു.